അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡീല് ലോസ്റ്റ് ആവുമ്പോൾ എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോ അപ്പ് ചെയ്യാം എന്നുള്ളതാണ്, ഫീഡ്ബാക്ക് എടുക്കാം എന്നുള്ളതാണ്. സോ ഗോ ടു ഓട്ടോമേഷൻ എടുത്ത് അഗെയിൻ ക്രിയേറ്റ് വർക്ക് ഫ്ലോ ഫ്രം സ്ക്രാച്ച്. ഡെമോ lost deal recovery. Click here, opportunity status changed. Please note this, opportunity status changed. Opportunity status changed ഏതിനകത്ത്, ഏത് പൈപ്പ്ലൈനിൽ? നമ്മുടെ ഡെമോ പൈപ്പ്ലൈനിൽ ഓപ്പർച്യൂണിറ്റി സ്റ്റേറ്റും സ്റ്റേജും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ ലീഡ്, നോട്ട് ഇൻട്രസ്റ്റഡ്, കോൺടാക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ സ്റ്റേജസ് ആണ്. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ആ ലീഡിൻ്റെ സ്റ്റാറ്റസ്, അത് ഡീല് ക്ലോസ് ആയോ, ലോസ്റ്റ് ആയോ, ഓപ്പൺ ആണോ, അബാൻഡൻ ആയോ, അങ്ങനെ. ഓക്കെ, സോ ആഡ് ഫിൽറ്റർ. ഈ ഡെമോ പൈപ്പ്ലൈനിൽ ഓപ്പർച്യൂണിറ്റി സ്റ്റാറ്റസ് ചേഞ്ച്ഡ് ടു മൂവ്ഡ് ടു സ്റ്റാറ്റസ്. ഏത് സ്റ്റാറ്റസിലേക്ക് മാറി? ആൻഡ് ദാറ്റ് ഈസ് ലോസ്റ്റ്. ഡീല് ലോസ്റ്റ് ആയി എന്നൊരു സ്റ്റാറ്റസിലേക്ക് മാറുമ്പോൾ സേവ്. ഓക്കെ, എന്ത് ചെയ്യണം? സെൻഡ് ഇമെയിൽ. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫീഡ്ബാക്ക് റിക്വസ്റ്റ് ഇമെയിൽ വഴിയാണെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ വാട്സാപ്പ്. എന്നിട്ട് ഡെമോ ലോസ്റ്റ് ഫീഡ്ബാക്ക്, ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത. പബ്ലിഷ് ആൻഡ് സേവ്. ഡെമോ ലോസ്റ്റ് ഡീൽ റിക്കവറി. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ ആ പൈപ്പ് ലൈനിൽ ആ ലീഡ് ലോസ്റ്റ് ആകുന്നോ അപ്പോഴൊക്കെ ഈ റിക്കവറി ഫോം അവരിലേക്ക് പോകും. അപ്പോൾ നിങ്ങളുടെ സെയിൽസ് ടീമിൻ്റെ അടുത്ത് നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട കാര്യം എന്താണ്? അവർ എപ്പോഴും കൃത്യമായിട്ട് പൈപ്പ് ലൈൻ അപ്ഡേറ്റ് ചെയ്ത് പോകണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡീല് ലോസ്റ്റ് ആണെങ്കിൽ ലോസ്റ്റാണ്, അത് കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ലോസ്റ്റ് ആയാലും ഒരുപക്ഷെ നമുക്ക് റീകവറി ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീല് ലോസ്റ്റ് ആയപ്പോൾ അവരിലേക്ക് ഫീഡ്ബാക്ക് ഫോം അയച്ചു കൊടുത്തു. ആ ഫീഡ്ബാക്ക് ഫോം, ആ മെസ്സേജ് അവർ ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് ഈ ഫോം ഓപ്പൺ ആയി കിട്ടും. ഈ ഫോം എന്നിട്ട് അവർ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും അതിനെ സെയിൽസ് ടീമിൻ്റെ പൈപ്പ് ലൈനിലേക്ക് കൊടുക്കാം. ഹൗ ടു ഗീവ് ദാറ്റ് നമുക്ക് അടുത്ത വർക്ക് ഫ്ലോയിൽ കാണാം.